എനിക്കാണെങ്കിൽ വീട്ടിൽ വന്ന് പറയാൻ പേടി, ഞാൻ എന്താ ഒപ്പിച്ചേക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അമ്മച്ചനോട് പറഞ്ഞു. അപ്പോൾ അമ്മച്ചനോട് എന്താടി അവിടെ ചെന്ന് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ അമ്മച്ചി വന്നിട്ട് കാണാൻ വേണ്ടി വന്ന അച്ഛനെ. അപ്പോൾ പറഞ്ഞു, ഇവിടെ എന്താ ഡാൻസ് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അതിനുള്ളൊരു ഇതിപ്പോൾ ഇല്ല ഞങ്ങൾക്ക്, പുള്ളി ഒരാൾ പോയിട്ട് വേണ്ടേ എല്ലാം ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവളെ ഡാൻസ് പഠിപ്പിക്ക്, ഫീസൊന്നും കൊടുക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. മനസ്സിൽ ലഡുവായിരിക്കും പൊട്ടിയിട്ടുണ്ടാവുക. അയ്യോ, എനിക്കെന്നേരം വന്ന സന്തോഷം. എന്നിട്ട് എന്നെ അടുത്തോട്ട് വിളിച്ചു, നന്നായിട്ടൊക്കെ കളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതുവരെ അച്ഛനെ എനിക്ക് പേടിയായിരുന്നു. അച്ഛൻ്റെ ശബ്ദം, അച്ഛൻ നടന്നു തന്നെ ഒച്ച കേൾക്കണത് ഇങ്ങനെ ആ ലോഹയിൽ വടിയിട്ട് ഇങ്ങനെ ടപ്പാ ടപ്പാന്ന് അടിക്കും. അപ്പം അച്ഛൻ അവിടെ നിന്നേ നടന്നു, അപ്പോഴത്തേനും ഞങ്ങൾ ഓടി വന്നിരിക്കും. പക്ഷെ അച്ഛൻ അത്രയും സ്നേഹമുള്ള ഒരാളായിരുന്നെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അന്ന് കിട്ടിയത് നാരങ്ങ പിഴിയണ ഒരു പാത്രമാണ്. ഇങ്ങനെ ഇങ്ങനെ ഇട്ട് തിരിക്കുമ്പോ ആ പാത്രമാണ്. എന്നിട്ട് അത് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അച്ഛൻ എന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ചെറുതായിരുന്നപ്പോഴേ. അപ്പൊ അന്ന് മുതൽ ഞാൻ 10th കഴിയുന്നത് വരെ അച്ഛൻ എന്നോട് പൈസ മേടിച്ചിട്ടില്ല. മത്സരത്തിനൊക്കെ പോകും. അങ്ങനെ സ്കൂൾ ലൈഫൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു.